ഹായ്, എന്നെ വളരെ മനോഹരമായി പരിചയപ്പെടുത്തി. എൻ്റെ പേര് വിപിൻ എന്നാണ്. കോഴിക്കോടാണ് സ്വദേശം വരുന്നത്. ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിന്ന് ഇരിക്കുന്ന പോലെ AC ഹാളിൽ ഇരുന്നിട്ടൊന്നുമല്ല ഞാൻ ഈ ബിസിനസ് പ്ലാൻ കേട്ടത്. എൻ്റെ ഒരു സുഹൃത്ത് മുഖേന, അതുൽനാഥ് എന്ന് പറയുന്ന വ്യക്തി മുഖേനയാണ് ഞാൻ ഈ കൺസെപ്റ്റ് കേൾക്കാനിടയായത്. അപ്പം ഈ ബിസിനസ്സിന് മുന്നേ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ഓയോ ഹോംസ്, ഓയോ റൂംസ് കേട്ടുണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല നോക്കാം. അതെ, ഓയോ ഇല്ല. അതായത് നമുക്ക് ഹോട്ടലുകൾ വിൽക്കാൻ വേണ്ടി ഹോട്ടലുകൾ വേണ്ട എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഓയോ ഹോംസ്. അപ്പം കോഴിക്കോട് ഇതിൻ്റെ വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് വർക്ക് എടുത്ത് ഒരു സബ് വർക്ക് എടുത്ത് നമ്മൾ ചെയ്യണം. എങ്ങനെ പോയാലും ഒരു മാസം ഒരു 10-30,000 രൂപ മേഖല വരുമാനം. ഒരു കമ്മീഷൻ ബേസ്ഡ് പ്രൊഡക്റ്റിൻ്റെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്മീഷൻ ബേസ്ഡുള്ള പ്രൊഡക്റ്റും അതുപോലത്തെ നമ്മൾ വർക്ക് എടുക്കുന്നു. രാവിലെ ഒരു 9 മണിക്ക് പോയാൽ രാത്രി ഒരു 8 മണിയാവും ബിസിനസ് അല്ലെങ്കിൽ ആ ജോലി കഴിയും. അപ്പോൾ അതുൽനാഥ് ഈ ബിസിനസ്സായിട്ട് വന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചൊരു കാര്യം ആളോട് ഇതാണ്. എന്നോട് പ്ലാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പ്ലാനിൻ്റെ മുന്നേ എനിക്കൊരു ഔട്ട്ലൈനാണ് തന്നത്. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കൺസെപ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇ-കൊമേഴ്സ് ആണ്, ഡയറക്റ്റ് സെല്ലിങ് ആഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് സെല്ലിങ് എന്താണെന്ന് എനിക്കറിയില്ല. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായി ഫ്ലിപ്കാർട്ട്, ആമസോണിലെല്ലാം നമ്മൾ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ അതാണ് മനസ്സിലായി. പക്ഷേ ഈ ഡയറക്റ്റ് സെല്ലിങ് എന്താണെന്ന് അറിയില്ല. പിന്നെ വേറൊരു വാക്കും കൂടി ആൾ ആഡ് ചെയ്തു. MLM കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻകം സോഴ്സ് വരുന്നത് MLM-ലൂടെയാണ്. MLM എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്കത് അറിയില്ലായിരുന്നു അന്ന്. MLM എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരു മണീഷ്യനാണ്. പിന്നെ ഞാൻ അതുൽനാഥിനോട് ഒന്നും തന്നെ അതുൽനാഥിനെ കൊണ്ട് പറയാൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, അതിലെ ഇനിയൊന്നും കൂടുതൽ പറയണ്ട, ഞാൻ കുറേ കേട്ടതാണ്. അപ്പം എൻ്റെ നാട്ടിൽ കുറേ ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം വെറുതെ വലിയ വരുമാനങ്ങളൊന്നുമില്ല, കുറേ ആളുകൾ ലക്ഷങ്ങൾ കിട്ടും, കോടികൾ കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കേൾക്കാൻ താല്പര്യം. നീ ചെയ്തോ, നീ അത് സക്സസ് ആവുന്നതാണ്. അപ്പം ആൾക്കത് ഭയങ്കര സങ്കടമായി. കാരണം ആത്മാർത്ഥ സുഹൃത്ത്, ഏകദേശം 6 വർഷത്തോളം പരിചയമുള്ള ഒരു സുഹൃത്ത് ഒരു പ്ലാൻ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആളൊരു കാര്യം തുറന്നു പറയാതിരിക്കുന്ന സമയം അതുപോലും കേൾക്കാൻ ഒരു സമയം കൊടുത്തില്ല, ഒരു ഗ്യാപ്പ് കൊടുത്തില്ല. ഭയങ്കര സങ്കടമായി. പക്ഷെ ആൾ വിട്ടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്തു. അത് ഫോളോ അപ്പ് ചെയ്ത് എൻ്റെ കഴിവ് കണ്ടിട്ടല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആള് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വേറൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആളെ ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യാനില്ല, അതുപോലെ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല, പോയിട്ട് ഡയറക്റ്റ് പ്ലാൻ കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വഴി പ്ലാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ആള് എന്നെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തത്. അപ്പം അവിടുന്ന് ഈ ബിസിനസ് പ്ലാൻ കേൾക്കാതെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് 2019 പ്രളയം വന്നു. പ്രളയം വന്ന സമയത്താണ് എൻ്റെ ജോലി, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് 2 ആഴ്ചത്തോളം പോകാൻ പറ്റിയില്ല. അപ്പം ഈ ബിസിനസ് പ്ലാൻ ആള് എന്നോട് പറയുന്ന സമയത്ത്, ഞാൻ കേൾക്കണ്ടെന്ന് പറഞ്ഞ സമയത്ത് ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ നീ ഇത് കേൾക്കണ്ട എന്ന് പറയാൻ കാരണം, ഞാൻ പറഞ്ഞ കാര്യം, രാവിലെ 9 മണിക്ക് ജോലിക്ക് പോയാൽ 8 മണിക്ക് ഞാൻ തിരിച്ചു വരിക. ഇതിന്റെ ഇടയിൽ എവിടെയാണ് ഞാൻ ബിസിനസ് ചെയ്യാനുള്ള സമയം? ടൈം ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു 30,000 രൂപയിൽ ഞാൻ ഹാപ്പിയാണ്, എനിക്കെല്ലാം ഓക്കെയാണ്, നോ പ്രോബ്ലം, ഇതിൽ ഞാൻ സെറ്റാണ്. അപ്പം ഈ 2 കാര്യങ്ങളിലും ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ 30,000 രൂപ മാസം കിട്ടുമെന്ന് പറഞ്ഞല്ലോ, 2 ആഴ്ച ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരുമാനം കിട്ടില്ല. അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താകാം, വരുമാനം കിട്ടില്ല. അപ്പം രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, 30,000 രൂപയിൽ നീ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞല്ലോ, 1,000 രൂപ കടന്നോട്ടെ. സത്യം പറഞ്ഞാൽ എൻ്റെ കീശ 100 രൂപ പോലും ഇല്ല. അപ്പം ആള് പറഞ്ഞ കാര്യമാണ്, 30,000 രൂപ വരുമാനം ഉണ്ടായിട്ടും 1,000 രൂപ പോലും മാറ്റിവെക്കാനില്ലാത്ത ഒരു ജോലിയാണ് നീ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ നീ മനസ്സിലാക്കേണ്ട കാര്യം, നിനക്കൊരു എക്സ്ട്രാ വരുമാനം വേണം. ആ എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടി നീ ഈ കൺസെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തില്ല, അത് സ്ട്രോങ് ആണ്. അപ്പൊ ഞാൻ അന്ന് കേട്ടു, കാര്യം സ്ട്രൈക്ക് ചെയ്തു, വിട്ടുകൊടുത്തില്ല. ഈ പ്രളയം വന്ന സമയത്താണ് നമുക്ക് ഈ കാര്യം മനസ്സിലായത്. അപ്പൊ ഞാൻ അതുൽനാഥിനെ വിളിച്ചു പറഞ്ഞു, അതിൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ, ഞാൻ കൂട്ടുകുടുംബം ഫാമിലിയിലാണ് താമസിച്ചൊക്കെ, 16ഓളം ആളുകൾ നിൽക്കുന്ന ഫാമിലിയാണ്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ അനിയൻ ആള് മറ്റൊരു കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ്. അപ്പൊ ആള് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്തൊക്കെ ആള് ഈ കൺസെപ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആള് നിർബന്ധിക്കും. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇവരെ 2 പേരെ ഒന്ന് കണക്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. അതുൽനാഥിനെയും പാപ്പിനെ അങ്ങ് കണക്ട് ചെയ്തു. കാരണം നമ്മളെ എന്ത് ചെയ്യും, ഫ്രീ ആവുമല്ലോ, നമ്മളെ ഈ ദിവസവും വന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ഒരു പരിപാടി അങ്ങ് നിൽക്കല്ലോ.
ഞാൻ അതുല്ലാതെ വിളിച്ച് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ അനിയൻ മറ്റൊരു കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവരോട് പറയുന്നത്. ഞാൻ പാപ്പനോട് പറഞ്ഞു, പാപ്പ എൻ്റെ സുഹൃത്ത് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ചെയ്യുന്നത്, പാപ്പൻ്റെ ഒരു കാര്യം ചെയ്യും, പാപ്പൻ്റെ പ്ലാൻ ഉണ്ട്, നാഥനോട് പറയുന്നത്. അങ്ങനെ ഇവര് നമ്മൾ കണ്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് പ്ലാൻ പറഞ്ഞു. അന്നത്തെ ദിവസം വൈകുന്നേരം പാപ്പൻ ഞാൻ വീട്ടിൽ കയറിയ സമയത്ത് പാപ്പൻ പറഞ്ഞോ, ഫിജിക്കാർഡിന്റെ പ്ലാൻ അടിപൊളിയാണ്, അതിൽ ബൈനറി ഉണ്ട്, ജനറേഷൻ ഫോൺസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് എന്ത് ബൈനറി, എന്ത് ജനറേഷൻ നമുക്കറിയില്ല, എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പാപ്പൻ പറഞ്ഞ ആ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തു, പഠിച്ചോ ഇനി അതിൽ പറഞ്ഞൊക്കെ റെഡിയാണ്, 9 ലക്ഷം കിട്ടുമോ, പിന്നെ എന്തെങ്കിലും കിട്ടുമോ, പേടിയായി, ഇവൻ രക്ഷപ്പെടുമോ എന്നുള്ളൊരു പേടിയായി. അപ്പം ഞാൻ എല്ലാത്തിനും വിളിച്ചു പറഞ്ഞു, പാപ്പൻ ഈ കൺസെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സംശയം, പാപ്പൻ പണിയെടുത്താൽ എനിക്ക് പൈസ കിട്ടും, നമുക്ക് പണിയെടുക്കാനില്ല, പാപ്പൻ പണിയെടുത്താൽ പൈസ കിട്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കിട്ടും, പക്ഷെ നീ എന്ത് ചെയ്യണം, ഫസ്റ്റ് വന്ന് എനിക്ക് വെക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, നാളെ സൈറ്റിലേക്ക് പോകാം, നമുക്ക് സംസാരിക്കാറ്. അങ്ങനെ ആള് വന്നു, സൈറ്റിൽ വന്നു, ബിസിനസ് പ്ലാൻ പറഞ്ഞ സമയത്ത് ഞാനിത് കേൾക്കുന്നില്ല, കാരണം ഞാനെല്ലാവരും ചെയ്യുന്നത്, പാപ്പനാണല്ലോ ചെയ്യുന്നത്, പിന്നെ നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ സുഹൃത്ത് ഷിഹാബ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, ആള് ഈ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം എല്ലാം പറഞ്ഞു. അതിനനുസരിച്ച് ഷിഹാബ് കുറച്ച് സംശയങ്ങൾ ചോദിച്ചു. ഏകദേശം 1.5 മണിക്കൂറോളം ഇവർ തമ്മിൽ ഒരു ഡിബേറ്റ് തന്നെ, ഒരു സംവാദം തന്നെ നടന്നു. എന്താ പറയാ, ഉരുളക്കുപ്പേര് കൊടുക്കുന്ന പോലെ, സോറി എന്തോ അതല്ലേ, ഉരുളക്കുപ്പേര് കൊടുക്കുന്ന പോലെ തന്നെ എന്ത് കറക്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അതുല്ലാതെ കൊടുത്തു. ലാസ്റ്റ് ഏകദേശം 1.5 മണിക്കൂർ കഴിയുന്ന സമയത്ത് അത് ഷിഹാബ് പറഞ്ഞു, കൊള്ളാലോ, എന്നാ ഞാനും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ അതുല്ല വിളിച്ചാൽ നമുക്ക് ചെയ്യാൻ എന്തായാലും അടിപൊളിയാക്കാം, അതിലൊരു മിനിറ്റ് ഒന്നും കൊണ്ടുപോകാതെ മാറ്റി നിർത്തി. അതിനോട് പറഞ്ഞു, പാപ്പനിപ്പുറം ഷിഹാബ് ഇപ്പുറം. അങ്ങനെയാണ് ഫസ്റ്റത്തെ ഐഡിയ. അങ്ങനെയാണ് ഞാൻ ഈ കൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, എൻട്രി വെക്കുന്നത്. അതായത് പ്ലാൻ പോലും കേട്ടിട്ടില്ല, ഈ ബിസിനസ് പ്ലാൻ പോലും കേൾക്കാതെ അതുല്ലാതെ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് വിശ്വസിച്ചു 2000 രൂപക്ക് വേണ്ടി എന്നെ പറ്റിക്കില്ല എന്നുള്ള ഒരൊറ്റ തൊഴിലാണ് ഈ കൺസെപ്റ്റ് വന്നത്. അപ്പോൾ വന്ന പാടെ തന്നെ ഇതുപോലെ ഒരു POP കേട്ട സമയത്ത് ഇവിടെ സ്റ്റേജിൽ ഇരുന്ന് നേരത്തെ കുറെ സാധാരണക്കാർ ആളുകൾ പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരനാണ് വേറെ ആയിട്ട്. ഞങ്ങളൊക്കെ അന്ന് ഈ നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ ഇരുന്നിരുന്നു 6 വർഷം മുന്നേ. അപ്പൊ അന്ന് ഇരുന്ന സമയത്ത് ഈ സ്റ്റേജിൽ ആരൊക്കെയോ സംസാരിച്ചു. സെയിൽസ്മാൻ, എനിക്ക് തോന്നുന്നു അന്ന് highest റാങ്ക് എന്ന് പറയുന്നത് സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്, അല്ല സോറി സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറാണ്, SDM എന്ന് പറയുന്ന 4ാമത്തെ റാങ്കാണ് നിൽക്കുന്നത്. ആ 4ാമത്തെ റാങ്കിലുള്ള ഒരു ലീഡർ നിന്ന് സംസാരിക്കാൻ. അപ്പം അവിടെ ഈ നിങ്ങളുടെ ഒരാളായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഞാൻ തന്നെയാണ്, വിപിൻദാസ് തന്നെയാണ് ആ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അതായത് ഈ കൺസെപ്റ്റിന് മുന്നേ ആൾ എങ്ങനെയായിരുന്നു, ആളുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയാണ് എന്ത് വിപിൻദാസിന്റെ ജീവിതശൈലി. ഈ കൺസെപ്റ്റ് വന്നതിന് ശേഷം ആളിലുണ്ടായ മാറ്റങ്ങളാണത്. തീർച്ചയായിട്ടും ഞാനും അതുപോലെ ഈ കൺസെപ്റ്റ് വന്നതിന് ശേഷം ആള് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ തയ്യാറായാൽ, ഈ കൺസെപ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഈ സ്റ്റേജിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ എത്താൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ആണ് എനിക്ക് അന്ന് കിട്ടിയത്. അപ്പോൾ അതേ കോൺഫിഡൻസിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് 10-30 കമ്പനിക്കാരോട് പറഞ്ഞു ഫിജിക്കാരനെ കുറിച്ച്. ഇവന്മാര് നിന്നില്ല എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ഇത് ചെയ്യാനുള്ള ചർപ്പിച്ചാണ്, പിന്നെ ഇത് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ അതുല്ലാതെ ഞാൻ വിളിച്ചു പറഞ്ഞു, അതിലെ എനിക്കിത് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നീ ചെയ്യും, കുഴപ്പമില്ല, എന്തായാലും ഇൻട്രസ്റ്റ് ഇല്ല, കുഴപ്പമില്ല, നീ ചെയ്യുന്നു. അപ്പൊ എന്താ പ്രശ്നം, ഞാൻ വിട്ടുകൊണ്ടില്ല, എന്താ കാര്യമൊന്നും പറഞ്ഞില്ല. മോശമല്ലേ, നമ്മുടെ സുഹൃത്തുക്കൾ നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ കൺസെപ്റ്റ് നിൽക്കാത്തത്, ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആള് പറഞ്ഞു, പിറ്റേ ദിവസം പറഞ്ഞു, നിന്റെ ഒരു കാര്യം ചെയ്യും, ഈ സൈറ്റിൽ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാതെ. അങ്ങനെ പിറ്റേ ദിവസം അതുല്ലാ സാറും രഞ്ജിലാൽ സാറും ഇവർ രണ്ടുപേരാണ് നമ്മളെ കാണാൻ വന്നു. അന്ന് കാര്യങ്ങൾ ചോദിച്ചു. ഏകദേശം ഒരു 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എന്താണ് ഞാനിത് ചെയ്യുന്നില്ല എന്നാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ചങ്കിന് ചങ്കാണ്, ചോരക്ക് ചോര, അതായത് നമ്മളെ മേത്തുനിന്ന് ഒരു ചോര ഓടി ഞാൻ എമ്മാരി കയറി പണി. അങ്ങനത്തെ സുഹൃത്തുക്കൾ വെറും 20,000 രൂപേന്റെ മുകളിൽ ആ ഒരു എമൗണ്ട് ഉള്ളു. അത്ര എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്തു, അവിശ്വസിച്ചു. അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ബിസിനസ് പ്ലാൻ വെച്ചിട്ടല്ല എന്ത് ചെയ്ത് പറഞ്ഞു കൊടുത്തത്, എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ, നമ്മുടെ സ്റ്റൈലില്ലേ, അച്ഛനെ രക്ഷപ്പെടാൻ പറ്റിയ മാർഗം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, ഏത്. അപ്പൊ ആ ഒരു സ്റ്റൈലാണ് എന്ത് ചെയ്തത്, ഞാനിത് എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത്. അതായത് ബിസിനസ് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യം ഇപ്പൊ ഞാൻ പറയട്ടെ. നിങ്ങൾ ഇവിടെ ബിസിനസ് പ്ലാൻ കേട്ടല്ലോ അല്ലെ, 100% മനസ്സിലുണ്ടോ? നമ്മൾ കുടുങ്ങിപ്പോ 100% മനസ്സിലുണ്ടോ? എന്നാ പറഞ്ഞിട്ട് ആനുവൽ പ്രോഫിറ്റ് എന്താ, എന്നാ പോട്ടെ ജനറേഷൻ മോസ് എന്താ? അപ്പൊ നമ്മുടെ കയ്യിൽ 100% ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾ ഇവിടെ കേട്ട ഒരു സാധനം 100% ഉണ്ടാവില്ല, ഒരു 80% എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളിത് വേറൊരാളോട് പറയാണ്, ഈ ഹോള് വിട്ട് പുറത്തേ പോയത് നിങ്ങളുടെ സുഹൃത്തിനോടോ നിങ്ങളുടെ റിലേറ്റീവിനോ എടുത്തോ നിങ്ങൾ ഫിജിക്കാരന്റെ പ്ലാൻ പറയാൻ പോവാണ്. ഈ 100%-ൽ 80% നമ്മുടെ മനസ്സിലിടും. ഈ 80 പുറത്തേക്ക് വരുമോ? ഇല്ല. ഏകദേശം ഒരു 60% എന്ത് ചെയ്യും, പുറത്തേക്ക് വരും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ കേൾക്കുന്ന ഒരു 60% മനസ്സിലാവോ?
ഇല്ല. അത് പിന്നെ എങ്ങോട്ടായി? ഒരു 30-20% 20% ബിസിനസ് പ്ലാൻ മനസ്സിലാക്കിയ, ഫിജിക്കാരന്റെ ബിസിനസ് പ്ലാൻ മനസ്സിലാക്കിയ ആൾക്ക് നിരവധി സംശയങ്ങൾ ഉണ്ടാവും.